കുട്ടികൾ നിങ്ങളുടെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്താറുണ്ടോ? ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും മൊബൈൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാനാവില്ല. കാരണം ഈ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. എന്തു തന്നെ ആയാലും മൊബൈലിൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കാറേയില്ല. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനും കളിക്കാനും എൻജോയ് ചെയ്യാനും ബുദ്ധിപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനുമൊക്കെ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ഈ ഒരു ആപ്ലിക്കേഷന് പെർമിഷൻ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി. ഇതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് പല കാര്യങ്ങളും ഇതിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് എന്തെങ്കിലും കളിക്കണം എന്നുണ്ടെങ്കിൽ കളിക്കാൻ സാധിക്കും. ഇനി എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഏതാണ് ആപ്ലിക്കേഷൻ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരുപാട് കാറ്റഗറീസ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നമ്പേഴ്സുകൾ കാണാൻ സാധിക്കും. ആദ്യത്തേത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചിത്രം കാണിക്കും. ആ ഒരു ചിത്രത്തിന് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കളറുകൾ, അങ്ങനെ ഓരോ കളറുകൾ കൊടുത്തിട്ട് ഈ ഒരു ചിത്രത്തെ ഭംഗിയാക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഗുഡ് ജോബ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോവുക. അടുത്തൊരു ചിത്രം വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ചിത്രം നിങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്പീഡായിട്ട് നിങ്ങൾ കാണിക്കുകയാണ്. അങ്ങനെ ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചിത്രം ഇങ്ങനെ വരും. അതിനൊക്കെ ഇഷ്ടമുള്ള കളറുകൾ കൊടുത്ത് ഭംഗിയാക്കുക. ഓക്കെ, അതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഞാനിപ്പോൾ സ്പീഡാക്കിയിട്ട് പല കളറും ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്യാണ്. ഇപ്പോൾ ഗുഡ് ജോബ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇപ്പോൾ അടുത്ത ചിത്രം വന്നു കണ്ടോ. അങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ നമുക്ക് അടുത്ത ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു കണക്ക് കൂട്ടുന്നതാണ് കേട്ടോ. കണക്കിൽ ഞാൻ ഫെയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണക്കൂട്ടി നോക്കുക. എന്നിട്ട് കൃത്യമായ ഉത്തരം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരും. ഓക്കെ, ഇവിടെ കുറേ നമ്പേഴ്സുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ആ വിട്ടുപോയ ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് ബുദ്ധിപരമായിട്ട് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇനി അടുത്ത ചിത്രം നമുക്കൊന്ന് നോക്കാം. ഇവിടെയും ഒരുപാട് നമ്പേഴ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡോക്ടർ എന്നുണ്ട്, അതുപോലെ തന്നെ ടീച്ചർ എന്നുണ്ട്. ഓക്കെ, ഏതാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാലാണ് അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഡോക്ടർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അത് കറക്റ്റാണ്. ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ പോവാം. ഇവിടെ ഒരു പെൻസിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഷാർപ്പ്, അതുപോലെ തന്നെ ബ്ലൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഷാർപ്പ് സെലക്ട് ചെയ്തപ്പോൾ അത് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോകാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ അത് ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കരടിയെക്കുറിച്ച് എന്താണ് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കുറച്ച് മുതിർന്നവർക്ക് പറ്റിയ കാര്യമാണെന്ന് തോന്നുന്നത്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ക്ലോക്കാണ്. ഈ ഒരു ക്ലോക്കിൽ എത്രയാണ് ടൈം ഉള്ളത്? താഴെ 9 AM ഉണ്ട്, 9 PM ഉണ്ട്. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 9 PM സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ അത് തെറ്റാണെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് ടൈം ഓരോ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓരോ ടൈമുകളാണ് കാണിക്കുക. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾക്ക് ഗെയിം കളിക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഓരോ പിക്ചറാണ്. അതിനുവേണ്ടി അനുബന്ധിച്ച മറ്റൊരു പിക്ചർ സെലക്ട് ചെയ്താൽ മാത്രമേ അവിടെ അത് സ്റ്റില്ലായി നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പല ഓപ്ഷനുകളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക. മൊബൈൽ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതിലൂടെ അവർക്ക് ഒരുപാട് കളിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ.
കുട്ടികൾക്ക് എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ടൈം വേസ്റ്റ് ആകുന്നതൊക്കെ ഇതിലൂടെ നമുക്ക് തടയാൻ സാധിക്കും. കാരണം ഇതിൽ ഒരുപാട് വിജ്ഞാനപ്രദമായിട്ട് കാര്യങ്ങൾ, ഒരുപാട് എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.